Pentagon and triangle. In this session, we study the construction of triangle of same area as that of the given pentagon. What is a pentagon? Pentagon is a five-sided polygon. So let us consider a pentagon here. So here you can see a five-sided polygon, a pentagon. So this figure has 5 sides and 5 angles. Okay. So this pentagon അതേ ഏരിയയിൽ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ക്വാഡ്രിലാറ്ററലിന്റെ അതേ ഏരിയയിൽ എങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പെന്റഗൺ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അതേ ഏരിയയിൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നതാണ്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്വാഡ്രിലാറ്ററലിൽ ചെയ്തതുപോലെ തന്നെ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ ഒരു ഡയഗണൽ വരച്ചപ്പോൾ 2 ട്രയാങ്കിൾസ് ആയി മാറും. അപ്പൊ ഇവിടെ നമ്മൾ പെന്റഗണെ ട്രയാങ്കിൾസ് ആക്കി മാറ്റും. പെന്റഗണെ ട്രയാങ്കിൾ ആക്കി മാറ്റണമെങ്കിൽ എത്ര ഡയഗണൽസ് വരയ്ക്കേണ്ടി വരും നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ ഒരു ഡയഗണൽ വരയ്ക്കുകയാണ്. ഈ ഒരു ഡയഗണൽ വരച്ചപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്വാഡ്രിലാറ്ററലാണ്, 4 സൈഡഡ് പോളിഗൺ ആണ്. നമുക്ക് ചെയ്യേണ്ടത് ഈ പെന്റഗണെ ട്രയാങ്കിൾസ് ആക്കണം. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡയഗണലും കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ 2 ഡയഗണൽസ് വരയ്ക്കുമ്പോൾ ടോട്ടൽ ഈ പെന്റഗൺ 3 ട്രയാങ്കിൾ ആയി മാറിയിരിക്കും. ഓക്കെ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ബേസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഒഴിവാക്കി മറ്റ് 2 ട്രയാങ്കിളിന്റെയും അതേ ഏരിയയിൽ വേറെ 2 ട്രയാങ്കിൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതാണ് മെത്തേഡ്. ഓക്കെ. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിനെയും ഈ ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിളിനെയും മാത്രമാണ്. ബേസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ അങ്ങനെ തന്നെ വെക്കും. സോ ആദ്യം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ വേറൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ആ ട്രയാങ്കിളിന്റെ ബേസിന് നേരെ നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുന്നു. അതുപോലെ സ്കെയില് ഫിക്സ് ചെയ്യുന്നു. മൂന്നാമത്തെ വേർട്ടെക്സ്, ദാറ്റ് ഈസ് ഈ വേർട്ടെക്സ് എത്തുന്നത് വരെ നമ്മൾ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുന്നു. ഓക്കെ. ഇനി നമുക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പെന്റഗണിന്റെ ബേസ് ആ പാരലൽ ലൈനിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ. സോ ഈ ട്രയാങ്കിളിന്റെ ഒരു ബേസ് നമ്മൾ പാരലൽ ലൈനിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വരച്ചു. രണ്ടാമത്തെ ബേസിനെ പാരലൽ ലൈനിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വരയ്ക്കണം. ഇപ്പോ വരച്ച ട്രയാങ്കിളിനും റൈറ്റ് സൈഡിൽ കാണുന്ന പെന്റഗണിന്റെ പോർഷൻ ആയ ട്രയാങ്കിളിനും ഒരേ ഏരിയ ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് എൻഡിലുള്ള ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ വേറൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ അതിനു വേണ്ടിയിട്ട് ലെഫ്റ്റ് എൻഡിലുള്ള ട്രയാങ്കിളിന്റെ ബേസിന് നേരെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. സെറ്റ് സ്ക്വയറിന്റെ മറ്റേ ഭാഗത്ത് നമ്മൾ സ്കെയില് ഫിക്സ് ചെയ്യുന്നു. സെറ്റ് സ്ക്വയർ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വേർട്ടെക്സിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇവിടെ നമുക്കൊരു പാരലൽ ലൈൻ വരയ്ക്കാം. ഓക്കെ. ആ പാരലൽ ലൈൻ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. കാരണം നമുക്ക് ബേസ് ടച്ച് ചെയ്യിപ്പിക്കേണ്ടതാണ്. പെന്റഗണിന്റെ ബേസ് ഈ ലൈനിൽ ടച്ച് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഓക്കെ. സോ ഇതാണ് പെന്റഗണിന്റെ ബേസ്, ഈ ബ്ലൂ ലൈൻ. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പാരലൽ ലൈനിനെ ടച്ച് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ നമ്മുടെ ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിളിന്റെ ബേസിന്റെ മറ്റേ അറ്റവും ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്ത പോയിന്റിലേക്ക് മുട്ടിക്കുന്നു. സോ ലെഫ്റ്റ് എൻഡിലുള്ള ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ നമ്മൾ വേറൊരു ട്രയാങ്കിളും കൂടെ വരച്ചു കഴിഞ്ഞു. സോ ഇവിടെ വശത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത ബേസ് ട്രയാങ്കിളിന്റെ ബേസ് ആക്കി നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ട്രയാങ്കിൾ കാണാം. ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പെന്റഗണിന്റെ അതേ ഏരിയ ആണ്. ഈ ട്രയാങ്കിൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡഡ് ട്രയാങ്കിൾ ഈസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ ഹിയർ. സോ ഒന്നുമില്ല, ഒരു പെന്റഗൺ തന്നിട്ടുണ്ടെങ്കിൽ പെന്റഗണെ ട്രയാങ്കിൾസ് ആക്കാൻ 3 ട്രയാങ്കിൾസ് ആക്കാൻ പറ്റും 2 ഡയഗണൽസ് വരച്ച. സോ പെന്റഗണിന്റെ ബേസ് ഉള്ള ആ ട്രയാങ്കിൾ ഒഴിവാക്കി
മറ്റ് രണ്ട് ട്രയാങ്കിളിന്റെയും അതേ ഏരിയയിൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ വേറെ രണ്ട് ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ രണ്ട് ട്രയാങ്കിൾസും നമ്മൾ കൺസിഡർ ചെയ്യാത്ത ട്രയാങ്കിളും കൂടെ കൂടുന്നതാണ് പെന്റഗന്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15, ക്വസ്റ്റ്യൻ നമ്പർ 3. Draw a regular pentagon and then a triangle of the same area. Calculate the area. So ഇവിടെ first we have to draw a regular pentagon. What do you mean by a regular pentagon? A pentagon with all sides equal. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പെന്റഗണിനെയാണ് നമ്മൾ റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത പെന്റഗണിൽ എല്ലാ സൈഡും ഈക്വൽ അല്ല. സോ അത് നമ്മൾ സിംപ്ലി എ പെന്റഗൺ എന്നാണ് പറയുക. ബട്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ പെന്റഗൺ നമ്മൾ പറയുന്ന പേര് റെഗുലർ പെന്റഗൺ എന്നാണ്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെന്റഗൺ? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പോളിഗൺ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പെന്റഗണിലെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഓഫ് ആംഗിൾസ് ഓഫ് എ റെഗുലർ പെന്റഗൺ. ഓക്കെ, സോ ഫോർ എനി polygon, sum of interior angles is equal to n minus 2 into 180 degree. ഇതാണ് ഫോർമുല. So where n is the number of sides. In the case of pentagon, number of sides is equal to 5. So what is the sum of interior angles of a pentagon? It is 5 minus 2 into 180 degree. That is 3 into 180 degree. So 540 degree. റെഗുലർ പെന്റഗൺ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പെന്റഗണ് 5 ആംഗിൾസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഓരോ ആംഗിളും എത്രയായിരിക്കും മെഷർ വരിക? ഈച്ച് ആംഗിൾ ടോട്ടൽ 540 ഡിഗ്രി ആണ് വരേണ്ടത്. ടോട്ടൽ ആംഗിൾസിന്റെ എണ്ണം 5 ആണ്. സോ ഈച്ച് ആംഗിൾ ഇസ് ഈക്വൽ ടു 540 ഡിവൈഡഡ് ബൈ 5. സോ ദാറ്റ് ഇസ് 108 ഡിഗ്രി. ഓരോ ആംഗിളും 108 ഡിഗ്രിയാണ്. സോ നമുക്ക് ആദ്യം ഒരു റെഗുലർ പെന്റഗൺ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം. സോ സൈഡ് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഏത് മെഷർമെന്റിൽ വേണമെങ്കിലും സൈഡ് എടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് 4 സെന്റിമീറ്റർ. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 4 സെന്റിമീറ്ററിൽ ബേസ്, നമ്മുടെ പെന്റഗന്റെ റെഗുലർ പെന്റഗന്റെ ബേസ് വരയ്ക്കുന്നു. 4 or 5 നമുക്ക് എടുക്കാം. 4 എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഒരു ആംഗിൾ വരും, ഇവിടെ ഒരു ആംഗിൾ വരും. ഓരോ ആംഗിളും 108 ഡിഗ്രി ആയിരിക്കണം. സോ ഈ ലൈനിന്റെ ലെഫ്റ്റ് എൻഡിൽ നമുക്ക് 108 മെഷർ ചെയ്യാം. പ്രൊട്രാക്ടർ എടുക്കാം. 108 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 108 എന്ന് പറയുന്നത് 100നും 110നും ഇടയ്ക്കാണ്. 100 കഴിഞ്ഞ് 8 പോയിന്റ്സ് എടുക്കാം. ഓക്കെ, ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കണം. സോ 4 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ ആ പോയിന്റിനെ ഈ ലൈനുമായിട്ട് ജോയിൻ ചെയ്യുന്നു. കോമ്പസ് ഉപയോഗിച്ച് ഒരു ആർക്ക് വരച്ചാലും മതി. ഓക്കെ, ഇനി ഈ എൻഡിനകത്തും 108 ഡിഗ്രി തന്നെയാണ് ആംഗിൾ വരേണ്ടത്. സോ 108 ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യാം. ആ പോയിന്റിനെയും 4 സെന്റിമീറ്റർ ലെങ്ത്തിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, എഗെയിൻ ഈ പോയിന്റിലും 108 തന്നെയാണ് വേണ്ടത്. സോ ഈ പോയിന്റിൽ പ്രൊട്രാക്ടർ വയ്ക്കുന്നു. 108 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിനെ നമ്മൾ 4 സെന്റിമീറ്ററിൽ ജോയിൻ ചെയ്യുന്നു. സോ നമ്മൾ ഈ പോയിന്റിനെയും ഈ പോയിന്റിനെയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 5th സൈഡ് കിട്ടും. സോ അതിന്റെ ലെങ്ത്തും 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. സോ ദിസ് ഇസ് ദ റെഗുലർ പെന്റഗൺ. ഇനി ഈ റെഗുലർ പെന്റഗണ് ഈക്വൽ ഏരിയയിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 2 ഡയഗണൽസ് വരച്ച് ഈ പെന്റഗണെ ട്രയാങ്കിൾസ് ആക്കും. 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ കഴിയും. സോ പെന്റഗന്റെ ബേസ് ഇൻക്ലൂഡഡ് ആയ ട്രയാങ്കിൾ ഒഴിവാക്കി മറ്റ് 2 ട്രയാങ്കിളിന്റെയും ഈക്വൽ ഏരിയയിൽ
വേറെ 2 ട്രയാങ്കിൾസ് നമ്മൾ വരയ്ക്കും. സോ ആദ്യം റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ അവിടെ ആ ട്രയാങ്കിളിന്റെ ബേസിന് നേരെ സെറ്റ് സ്ക്വയർ വെക്കുന്നു, സ്കെയിൽ വെക്കുന്നു, മൂന്നാമത്തെ വേർട്ടെക്സ് വരെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുന്നു, പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ആ ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത് പാരലൽ ലൈനിനെ ടച്ച് ചെയ്യുന്നു. ട്രയാങ്കിളിന്റെ ബേസിന്റെ മറ്റേ എൻഡും പാരലൽ ലൈനിൽ ടച്ച് ചെയ്ത പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സോ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ നമുക്കൊരു ട്രയാങ്കിൾ കൂടെ വരയ്ക്കേണ്ടതുണ്ട്. സോ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിളിന്റെ ബേസിന് നേരെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. സെറ്റ് സ്ക്വയറിന്റെ മറ്റേ എൻഡിൽ നമ്മൾ സ്കെയിൽ ഫിക്സ് ചെയ്യുന്നു, സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുന്നു. ആ പോയിന്റിൽ എത്തുമ്പോൾ നമുക്കൊരു പാരലൽ ലൈൻ വരയ്ക്കാം. പാരലൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, പെന്റഗണിന്റെ ബേസിനെ ഈ പാരലൽ ലൈനിലും നമ്മൾ ടച്ച് ചെയ്യുന്നു. ഇപ്പോ കൺസിഡർ ചെയ്ത ട്രയാങ്കിളിന്റെ ബേസിന്റെ ഒരെൻഡ് നമ്മൾ ഈ പോയിന്റുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നു. സോ നമുക്കിവിടെ ലെഫ്റ്റില് പുതിയതായിട്ടൊരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. നടുവിൽ ഓൾറെഡി ഒരു ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ മൂന്നും കൂടി ചേരുന്നതാണ് പെന്റഗന്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ. നമുക്കത് ഷെയ്ഡ് ചെയ്യാം. Shaded triangle is the required triangle, and here one more question is the calculate the area. So we have to calculate the area of the regular pentagon, isn't it? So here the area of triangle and the area of regular pentagon is same. Okay, so it is enough to find the area of the triangle. A triangle ന്റെ area കണ്ടുപിടിക്കുന്നതാണ് easy. So we know that area, triangle ന്റെ area കണ്ടുപിടിക്കാനുള്ള formula half BH. Okay, so that is equal to half into what is the length of base of this blue triangle? ഇത്രയും 4 centimeter ആണെന്ന് അറിയാം. ടോട്ടൽ ലെങ്ത് ബേസിന്റെ നമുക്ക് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 8.5 വരുന്നുണ്ട്. സോ 8.5 ഇൻറ്റു ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാം. ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ 6 വരുന്നുണ്ട്. ഓക്കെ, സോ 6. സോ ഹാഫ് ഓഫ് 6, ഹാഫ് ഇൻറ്റു 6 is 3. സോ 3 ഇൻറ്റു 8.5. ഓക്കെ, ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലിക്കേഷൻ 8.5 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 85 എന്ന് എടുക്കുക. 8.5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 85നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 3 15, 1 will be carried forward. 8 ഇൻറ്റു 3 24, 24 plus 1 25, 255 എന്ന് കിട്ടും. പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ആണുള്ളത്. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് വേണം. സോ 25.5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ എഴുതാം.